കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപാദനം വളരെ കുറവാണ്. കുരുമുളകിന് വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തതാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ വർഷത്തെ വേനലിൽ കുരുമുളക് കൃഷിയിൽ മാത്രം 39 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. 2100 ഏക്കറിലെ കുരുമുളക് കൃഷി പൂർണ്ണമായി കരിഞ്ഞുണങ്ങി. ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ വേനൽ മഴ കർഷകരെ ചതിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ തിരികൾ പൂർണ്ണമായി നശിച്ചു. തിരികൾ ഉണ്ടാകുന്നതും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് 2/3 വിളവ് മാത്രമാണ് ലഭിച്ചത്. കൂടാതെ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും കുരുമുളക് കൃഷിയെ പ്രതിസന്ധിയിലാക്കി. രോഗബാധയും കൃഷി നാശവും മറ്റു കാര്യങ്ങളുമായി കേരളത്തിൽ ഇപ്പോൾ കുരുമുളക് ഉൽപ്പാദനം വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന ഇടുക്കിയിലും വയനാട്ടിലും കുരുമുളക് കൃഷി പാടെ നശിച്ച ഒരു രീതിയാണ്. സാധാ കുരുമുളക് കർഷകർക്ക് പ്രയോജനം ചെയ്യാത്ത രീതിയിലാണ് കുരുമുളക് കൃഷി മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിക്കാർ കുരുമുളക് കൃഷി തന്നെ പാടെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത്തവണ 700 രൂപയിലധികം കുരുമുളകിന് വിലയുണ്ടെങ്കിലും ഉൽപാദനമില്ലാത്തതിനാൽ കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. സംസ്ഥാനത്തെ കുരുമുളക് കൃഷിയിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. മുമ്പ് 86,541 ഹെക്ടറിലധികം സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുരുമുളക് കൃഷിയുള്ളത് 75,000 ഹെക്ടറിൽ താഴെ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കറുത്ത പൊന്നിനെ കർഷകർ ഉപേക്ഷിക്കുന്ന കാലം വിദൂരമല്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.